അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഷെഫി ഉസ്താദിൻ്റെ ഉമ്മയുടെ മനസ്സിൽ ആ ഒരു ആവലാതിയാണ്. റബ്ബേ, എൻ്റെ കുട്ടി, അതെ, തൻ്റെ പൊന്നുമോൻ്റെ കുഞ്ഞ് അതാ സീനത്തിൻ്റെ വയറ്റിൽ വളരുന്നു എന്നുള്ള ആ ഒരു സത്യം അറിഞ്ഞപ്പോൾ തന്നെ ഉമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ തോന്നി തുടങ്ങുകയാണ്. റബ്ബേ, അല്ലാ, പഠിച്ചോനെ, എവിടെയാണ് അവളാവോ? പഠിച്ചോനെ, ആ കുട്ടിക്കൊന്നും സംഭവിക്കരുതേ. അതെ, സീനത്ത് അത്രയധികം ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്ത് പോയതവളാണെങ്കിലും കൂടിയിട്ട് ഗർഭിണിയാണ് അവൾ. ആ ഗർഭം ഒന്നും ചെയ്തില്ല. തൻ്റെ പേരക്കുട്ടി അവളുടെ വയറ്റിൽ വളരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഷെഫി ഉസ്താദിൻ്റെ ഉമ്മാക്കും മനസ്സിനുള്ളിലേക്ക് വല്ലാത്തൊരു സന്തോഷമാണ് വരുന്നത്. എത്രയായാലും എൻ്റെ മോൻ്റെ കുട്ടിയല്ലേ. അല്ലാ, പഠിച്ചോനെ, ഒരു കൂടപ്പിറപ്പില്ലാത്ത എൻ്റെ പൊന്നു മോൻക്ക് പഠിച്ചോൻ കൊടുത്തതായിരിക്കും. അള്ളാഹ് ഒന്നും ചെയ്യാൻ തോന്നരുതേ എന്നുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. 7 മാസം ഗർഭിണിയായ അവൾ. എന്നാൽ ഈ സമയം അതാ ഷമീറിൻ്റെ വീട്ടിൽ പോയി പറഞ്ഞ കാര്യങ്ങളെല്ലാം സീനത്ത് കേൾക്കുകയാണ്. മോനെ, എന്നിട്ട് ഉമ്മ അവർക്ക് സന്തോഷിക്കണുമ്മ. ഒരു നിമിഷം അത് കേട്ട് സീനത്തിൻ്റെ മനം വല്ലാതെ കുളിർത്തു. അതെ, അത്രക്കും ഞാൻ അവരെ ചീത്ത പറഞ്ഞിട്ടും അവരെന്നെ സ്വീകരിക്കേ. പാവം. അതെ, ഉമ്മയും ഉപ്പയും എൻ്റെ പ്രിയപ്പെട്ട ഇക്കാക്കയും അവരെന്നെ വളരെയധികം സ്നേഹിച്ചിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ അവളുടെ മനസ്സിൽ പ്രിയപ്പെട്ട ഉമ്മയെയും ഉപ്പയെയും ഒന്ന് കണ്ട് കാല് പിടിച്ച് കരയണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. പക്ഷേ എന്നാൽ ഈ സമയം അതാ ഷമീർ ചോദിക്കുന്നു, സീനത്തെ, ആ സീനത്തെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലിക്ക, ഒന്നുമില്ല. ആ മോളെ, അൽഹംദുലില്ലാ, ഞാൻ നിൻ്റെ വീട്ടിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ അവർ റാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി അവർ നിന്നെ സ്വീകരിക്കാമെന്ന് ഏറ്റിരിക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും ഒരു ചാൻസ് ഒപ്പിച്ചു തരാം. അങ്ങനെ പെട്ടെന്ന് രാജേഷ് വീണ്ടും അവരുടെ വീട്ടിലേക്ക് ചെല്ലാനും പ്രശ്നം ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. പക്ഷെ രാജേഷിന് എന്തോ ഈ ഒരു പോലീസുമായിട്ടൊക്കെ എന്തൊക്കെയോ ബന്ധം കൂടുതലുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അന്വേഷണത്തിൽ എനിക്കതാണ് മനസ്സിലായത്. അങ്ങനെ ആകുമ്പോഴാണ് പ്രശ്നം. ഈ ക്രിമിനലുകളെ വളർത്തുന്നത് പലരും, പല പോലീസുമാരും ഉണ്ടാവും അതിൽ. അതെ, അവൻക്ക് കിട്ടുന്നില്ലെന്ന് അവർക്കൊരു തുക കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കുന്ന സ്ഥലങ്ങളുണ്ട്. എല്ലാവരും എന്ന് പറഞ്ഞിട്ടില്ല, ചിലയിടങ്ങളിൽ ചില ആളുകൾ. അതവിടെ മാത്രമല്ല, ഏതൊരു ഓഫീസുകളിലായാലും എന്തൊക്കെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ആകുമ്പോഴും ചില ആളുകൾക്ക് ചില നിയമം, ചില ആളുകൾക്ക് ചില നിയമം. അതാണ്, അത് നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ടുള്ളതാണ്. ചില ആളുകൾ എത്ര തെറ്റുകൾ, വലിയ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാലും അവർ നൈസായിട്ട് ഊരിപ്പോരും. ആ, ചില നിരപരാധികൾ ഒരു തെറ്റ് ചെയ്തില്ലെങ്കിലും ജയിലിൽ കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതെ, ഇതിനെതിരെ ശബ്ദിക്കണം. ആരൊക്കെ ശബ്ദിച്ചാലും പക്ഷേ പണം എന്നുള്ള സംഭവം കൊണ്ട് ഒതുക്കും എല്ലാം. ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികൾ എത്രയോ ഉണ്ടാകും അല്ലേ? എന്നാൽ വലിയ വലിയ തെറ്റുകൾ ചെയ്തിട്ട് നല്ല അസലായി നാട്ടിലൂടെ ഇറങ്ങി നടക്കുന്നവരും ഉണ്ട്, ഒരു പേടിയില്ലാതെ. ക്രിമിനൽസിനെ വളർത്തുന്ന പല ഉദ്യോഗസ്ഥരും ഉണ്ട്. അതെ, അവർക്കും ക്യാഷാണ് മുഖ്യം. ക്യാഷൊന്ന് എറിഞ്ഞു കഴിഞ്ഞാൽ ആരും വീണു പോകുമല്ലോ. എല്ലാവരും ക്യാഷിന് വേണ്ടിയിട്ട് തന്നെയല്ലേ എല്ലാ ജോലികളും ചെയ്യുന്നത്. എല്ലാവരുടെയും ലക്ഷ്യം ക്യാഷ് തന്നെയാണ്. പക്ഷേ നീതി നടത്തുന്നതിൽ പലരും ഇവിടെ തോറ്റു പോവുകയാണ് രാജേഷ്. എന്നാൽ അവന് അങ്ങനെ ഒരു ഇതുണ്ട്, തെറ്റുകൾ ചെയ്തിട്ടും അവന് നൈസായിട്ട് രക്ഷപ്പെടാം എന്നുള്ളൊരു ഇത്. പക്ഷേ ഇവിടെ നിന്ന് രക്ഷപ്പെടുമായിരിക്കും, നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല. അള്ളാഹു എല്ലാം കാണുന്നുണ്ട്, ആരാണ് തെറ്റ് ചെയ്യുന്നത്, ആരാണ് തെറ്റ് ചെയ്യാത്തത്. അതെ, നമ്മളെന്ന് ചിന്തിക്കുന്ന കാര്യം പോലും പടച്ച റബ്ബിന് അറിയാമെന്ന നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നത്. ഏതായാലും വല്ലാത്തൊരു രക്ഷപ്പെടൽ തന്നെയെന്ന് പറയാം. ഒരു പക്ഷേ ഈ കുഞ്ഞിനെ നീ അവിടെ വെച്ച് പ്രസവിക്കുകയാണെങ്കിൽ അതെ, അത് കോടികൾ വില പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെ ആർക്കൊക്കെ കൊടുക്കുവാൻ വേണ്ടി നിൽക്കും. എന്നിട്ട് എന്നെ വീണ്ടും മനസ്സിലായി. കൂടുതൽ പറയണ്ട സിനത്തെ, ഇനിയെങ്കിലും ഒന്ന് ചിന്തിക്കണം കേട്ടോ. ഒരു പ്രാവശ്യം തെറ്റുപറ്റി, ഇനിയെങ്കിലും അത് ശ്രദ്ധിക്കണം കേട്ടോ മോളെ. പടച്ച റബ്ബിനെ വിചാരിച്ചിട്ട് നമ്മൾ തെറ്റ് ചെയ്യുന്നതിന് മുമ്പിൽ 2-3 പ്രാവശ്യം ആലോചിക്കുക. എന്തൊക്കെ തന്നെയായാലും പഠിച്ചോനെ,
ഇത് ചെയ്യാൻ പാടുണ്ടോ? ഇത് ചെയ്തു കഴിഞ്ഞാൽ നാളത്തെ ഫലം എന്തായിരിക്കും? ഇത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ കുടുംബങ്ങളുടെ, എൻ്റെ സ്വന്തം ഭർത്താവിൻ്റെ, എൻ്റെ ഉമ്മയുടെ ഉപ്പയുടെ, അവരുടെ ആ ഒരു മനസ്സ് എത്രമാത്രം വേദനിക്കുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും ഒരു തെറ്റ് ചെയ്യാനും കഴിയില്ല. എത്ര സുഖമുള്ളതാണെങ്കിലും അതിൽ നിന്ന് പിന്തിരിയും എൻ്റെ സീനത്തെ. ഇക്ക, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതെ മോളെ, നീ നിൻ്റെ ഭർത്താവിനെ കുറിച്ച് ഓർത്തോ? എത്ര വേദനിച്ചിട്ടുണ്ടാവും അദ്ദേഹം. ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കുകയാണ്. പാവമായിരുന്നു എൻ്റെ ഷെഫി ഉസ്താദ്. എന്നെ വളരെയധികം സ്നേഹിച്ചിരുന്നു. എന്നെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് എന്നെ വിളിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഞാൻ അതിൽ നിന്ന് കുതറി മാറുകയായിരുന്നു. എനിക്കിഷ്ടമല്ലായിരുന്നു അയാളുടെ കൂടെയുള്ള ആ ഒരു ജീവിതം. അതെ, എനിക്ക് എൻജോയ്മെൻ്റ് ആയിരുന്നു ഇഷ്ടം. അതെ, ഇപ്പോഴെനിക്ക് തോന്നുന്നു അങ്ങ് നൽകിയ ശിരോവർ വസ്ത്രം, അതേ ഹിജാബ്, അതെത്രമാത്രം സേഫ്റ്റി ഉള്ളതാണെന്ന്. ഒരുപക്ഷെ അന്ന് എനിക്ക് തന്ന ഹിജാബ് ഞാൻ ധരിച്ചിരുന്നെങ്കിൽ അതെ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് കറുപ്പ് വസ്ത്രം, മൂടിയിടുന്ന വസ്ത്രമൊന്നും വേണ്ടെന്ന്, എനിക്ക് പറ്റില്ല എന്ന്. അതെ, അന്ന് ഞാനത് ഇട്ടിരുന്നെങ്കിൽ പവിത്രമായ പെണ്ണായിരുന്നു. ഇപ്പോൾ സീനത്തിൻ്റെ സങ്കടങ്ങളെല്ലാം അവിടെ തുറന്നു പറഞ്ഞിരുന്നു. എന്നാൽ ഷമീറിനും മനസ്സലിഞ്ഞു തുടങ്ങി. സാരമില്ല സീനത്തെ, നീ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇനി നീ നല്ല കുട്ടിയായിട്ട് ജീവിക്കണം കേട്ടോ. ഇക്ക എൻ്റെ കുട്ടിക്ക് എന്ത് വേണമെങ്കിലും ഇക്ക കൊണ്ടുവന്ന് തരും കേട്ടോ. നല്ല മോളായിട്ട് ജീവിക്കണം കേട്ടോ. ഇനി തെറ്റിക്കൊന്നും പോവരുത് കേട്ടോ. ഇല്ലിക്ക, സത്യമായിട്ടും. അങ്ങനെ വേണം. എന്നാൽ അള്ളാഹുവിൻ്റെ നോട്ടം നമ്മളെ മേലുണ്ടാവില്ലേ. നമ്മളെന്ന് വെച്ചാൽ വിരുന്നുകാരല്ലേ. കുറച്ച് കാലത്തെ ജീവിതം, ആ ഒരു കുറച്ച് കാലത്തെ ജീവിതം എന്ന് വെച്ചാൽ നമുക്ക് അള്ളാഹുവിനെ ശുക്ർ ചെയ്ത് ജീവിക്കണം. അല്ലാതെ നമ്മളുടെ ഇഷ്ടം മാത്രം ജീവിച്ചു കഴിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട പെണ്ണെ, സംഭവിച്ചത് കണ്ടില്ലേ. സാരല്ല കേട്ടോ, ഞാൻ ദുആ ചെയ്യുന്നുണ്ട്, നീയും ദുആ ചെയ്യ് പടച്ച റബ്ബിനോട് കേട്ടോ. ഇൻഷാ അല്ലാ. എൻ്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട്. എന്താ ഇക്ക, എന്താ പറയുന്നത്? അതെ, ഞാനും നീയും ഉമ്മയും കൂടെ നിൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് അതേ കുഞ്ഞിനെയും കൊണ്ട് നമുക്കൊന്ന് ഉംറയ്ക്ക് പോകണം. അതെൻ്റെ മനസ്സിലത്തെ ആഗ്രഹമാണ്. അതെ, എൻ്റെ കയ്യിൽ അതിനുള്ള ക്യാഷൊക്കെ ഉണ്ട്. ഉള്ള ക്യാഷ് കൊണ്ട് ഞാൻ ഈ വീട് നന്നാക്കലും ഒന്നും ചെയ്തിട്ടില്ല. അതെ, നമുക്ക് ഈ ഒരു ചെറിയ വീട് അതുപോലെ സമാധാനത്തിൽ കഴിയാൻ. അതെ, അത് തന്നെ ധാരാളം. എന്നാൽ ഉമ്രയ്ക്ക് വേണ്ടിയുള്ള പൈസ ഞാൻ സ്വരുക്കൂട്ടുന്നുണ്ട്. ഈ കൃഷിയിടവും ഈ ആടിൻ്റെ പാലും മുട്ടയും എല്ലാം വിറ്റിട്ടും ഒക്കെ കിട്ടുന്ന ഈ ഒരു ക്യാഷ്, അതെ എന്തായാലും എനിക്കുള്ള ക്യാഷ് എന്തായാലും ഉണ്ട്. എൻ്റെ ഉമ്മാക്കുള്ളത് ഏകദേശമായി തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ സീനത്തിനുള്ള ക്യാഷ് ഇനി ഞാൻ അതിലേക്ക് മാറ്റി വെക്കുകയാണ്. അതെ, അത് റെഡിയായിട്ട് അതെ അധ്വാനിക്കണം, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണം, എന്നാൽ കിട്ടുമല്ലോ നമുക്ക് അല്ലേ. ഇൻഷാ അല്ലാ ഒരു വർഷത്തിന് ആവുമ്പോഴേക്കൊക്കെ അത് റെഡിയാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അള്ളാഹു കൂടെ ഉണ്ടല്ലോ. പടച്ച റബ്ബിനോട് നമ്മൾ ചോദിക്കുക. പടച്ച റബ്ബിനോട് ചോദിച്ചാൽ എല്ലാം നമുക്ക് പഠിച്ചൊന്ന് തരുമല്ലോ അല്ലേ. അതെ, ചോദിക്കുക. നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ തരാമെന്നല്ലേ. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ഉമ്മാനെയും കൂട്ടി ഉംറയ്ക്ക് പോകാൻ. പക്ഷേ നീ ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഇൻഷാ അല്ലാ നിന്നെയും കൂട്ടി പോകണമെന്ന് എനിക്ക് ആഗ്രഹം. പ്രിയപ്പെട്ട സീനത്തെ, നീ കഅബ ഷെരീഫിൻ്റെ അരികിലെത്തിയിട്ട് പടച്ച റബ്ബിനോട് ഹൃദയം പൊട്ടി ദുആ ചെയ്യണം. അല്ലാ, ഞാൻ ചെയ്ത തെറ്റുകൾ, കുറ്റങ്ങൾ എല്ലാം നീ പുറത്തു തരണേ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. മറക്കല്ലേ. ഇൻഷാ അല്ലാ നീ ഒരു നെയ്യത്ത് ചെയ്യണം. നിൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ഇൻഷാ അല്ലാ റഹ്മാനെ എനിക്ക് അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് പോകണം എന്ന് നീ മനസ്സിൽ നെയ്യത്ത് ചെയ്യണം. അതെ, അത് കഴിഞ്ഞ് മുത്ത് ഹബീബിൻ്റെ ചാരത്ത് പോയിട്ട് അതെ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാ എന്നും പറയണം. അതിനു വേണ്ടി ഹബീബിൻ്റെ ചാരത്തും പോകണം കേട്ടോ. നമ്മുടെ മനസ്സിലെ നെയ്യത്ത് നന്നായാൽ നമ്മുടെ നെയ്യത്ത് എന്താണ്, അത് നമ്മുടെ ജീവിതത്തിൽ നടക്കും. നീ നിൻ്റെ നെയ്യത്ത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അള്ളാഹു അത് സാധിപ്പിച്ചു തരും. അതെ, നമ്മുടെ നെയ്യത്ത് എന്താ അതുപോലെ ആക്കുന്നതാണ്. നെയ്യത്ത് പോലെ മയ്യത്ത് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാലോ അല്ലേ. മോനെ, ഉമ്മ
മോനെ സീനത്തിന് ക്ലാസ് കൊടുത്ത് കഴിഞ്ഞോ? ഉമ്മ ക്ലാസ് ഇല്ലുമ്മ. എൻ്റെ പെങ്ങളെ പോലെ ഞാൻ അവളെ കരുതിയിട്ടാണ് ഇതൊക്കെ പറയുന്നത് ഉമ്മ. മോനെ എന്തിനാ പെങ്ങളെ പോലെയൊക്കെ കാണുന്നത്? ഒരു നിമിഷം ഉമ്മയുടെ മുഖത്തേക്ക് അവൻ നോക്കി. എന്തോ ഉമ്മ? അല്ലേ, ഞാൻ എൻ്റെ കുട്ടീനെ കൊണ്ടൊരു കല്യാണക്കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. ഉമ്മ കുറച്ച് കഴിയട്ടെ, ഏതായാലും സീനത്തിൻ്റെ പ്രസവവും കാര്യങ്ങളോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാം. അവളൊരു ഭാഗത്തേക്ക് ആക്കിയിട്ട് നമുക്ക് ആക്കാം. അല്ലെങ്കിൽ ഇതിനിടയിലേക്ക് ഒരു പെണ്ണും കൂടി വന്നു കഴിഞ്ഞാൽ എനിക്കൊരു പക്ഷേ രണ്ടുപേരെയും മാനേജ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ടെന്നല്ല, അത് ചിലപ്പം ഞാൻ എൻ്റെ പെങ്ങളെ സ്ഥാനത്ത് അവളെ കാണുകയാണ്. പക്ഷേ എൻ്റെ ഭാര്യയ്ക്കത് പറ്റില്ലെങ്കിലോ? അതുകൊണ്ടാണ്. എൻ്റെ പൊന്നാര് കുട്ടിയെ, ഇനിയിപ്പോൾ പുറമക്കാർ കുട്ടികളെ നിങ്ങോട്ട് കയറ്റണ്ട. എന്തോ ഉമ്മ പറഞ്ഞത്? അല്ലേ, ഞമ്മക്ക് പരിചയമുള്ള സാധുക്കളായ പെൺകുട്ടികളാവുമ്പോഴേ അതല്ലേ ഏറ്റവും നല്ലത്. അതൊക്കെ ഉമ്മ എവിടെ നിന്ന് കിട്ടാനാ? അതൊന്നും പറയാൻ പറ്റില്ല. ഓരോ പെൺകുട്ടികളും ഓരോ ഉമ്മമാരുടെ വയറ്റിൽ നിന്നാണ് വളർന്നു വരുന്നത്. അതെ, അവർ ഓരോരുത്തരായിരിക്കും പ്രസവിക്കുക. പലർക്കും പല സ്വഭാവക്കാരായിരിക്കും. എൻ്റെ പൊന്നാരുമ്മ, അതൊക്കെ ഇൻഷാ അല്ലാ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ സമയമാവുമ്പോൾ. മോനെ, നമ്മളെല്ലാം പഠിച്ചോനെ മാത്രം ഏൽപ്പിച്ചാൽ പറ്റൂല. പ്രാർത്ഥനയും പ്രവൃത്തിയും എന്നാണ്. അത് മോൻ മറക്കണ്ട. ഉമ്മയുടെ ആ ഒരു ഉപദേശം കേട്ട് അവനൊന്ന് പുഞ്ചിരിച്ചു. ഉമ്മ, എൻ്റെ ഉമ്മാക്ക് എന്നെ പെട്ടെന്ന് കെട്ടിക്കണം, അതല്ലേ ആഗ്രഹം. എൻ്റെ ഉമ്മ, ഞാൻ ഇപ്പോൾ ഒരു പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞാൽ ഉമ്മാക്കതൊരു എന്ത് മോനെ, എനിക്കൊന്നുമില്ല, എനിക്ക് സന്തോഷമല്ലേ. എൻ്റെ കുട്ടി ഒരു കല്യാണം കഴിച്ച് കാണുന്നത് എനിക്ക് സന്തോഷമുള്ളൂ. അല്ലാതെ എന്താ മോനെ? അതെ, നിൻ്റെ ജീവിതം, അതെ സുഖകരമായ ജീവിതം, അത് നിനക്ക് താങ്ങും തണലായ ഒരു പെണ്ണ്. എൻ്റെ ഉമ്മ, അതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ ഈ കാലത്ത്? മോനെ, എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. അതെ, ഇത് കേൾക്കുമ്പോൾ അവിടെ സീനത്തില്ലായിരുന്നു. ഉമ്മ കണ്ടില്ലേ, ഒരു ഉസ്താദായിരുന്നു, നല്ലൊരു സോലിഹായ ഭർത്താവായിരുന്നു സീനത്തിൻ്റെ ഭർത്താവ്. എന്തായി? എൻ്റെ പൊന്നുമോനെ, നീ അത് പേടിച്ചിട്ടാണോ നിൽക്കുന്നത്? അല്ലമ്മ, അങ്ങനെയല്ല. എന്നാലും എനിക്കത് ആലോചിക്കുമ്പോഴേ മനസ്സ് വല്ലാതെ വിങ്ങി പൊട്ടുകയാണ്. എത്ര പ്രതീക്ഷയോടെ ആയിരിക്കും വിവാഹ ജീവിതത്തിലേക്ക് വന്നിരിക്കുക. എന്നിട്ട് ഭർത്താവിനോടൊരു മൈൻഡില്ലാതെ, ഭർത്താവിനോട് യാതൊരു സഹകരണവും ഇല്ലാതെ മറ്റ് ചെക്കന്മാരോട് വർത്തമാനം പറഞ്ഞിട്ടും അവരെ പ്രേമിച്ചിട്ടും അവരെ കൂടെ പോയിട്ടും ഒക്കെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു ഭർത്താവിൻ്റെ മനസ്സിനുള്ളിൽ വേദന എത്രയായിരിക്കും അമ്മ. മോനെ, പഠിച്ചവൻ കാക്കട്ടെ. ഇബ്ലീസ് വല വിരിച്ച് നിൽക്കുകയാണ്. അതെ, ഇബ്ലീസ് വല വിരിച്ച് നിൽക്കുമ്പോൾ ഏത് സമയവും ആരെയും കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. അല്ല മോനെ, നീ എന്താ പറഞ്ഞത് എന്നോട്? ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ഉമ്മാക്ക് വിഷമാവൂലേന്ന്? എൻ്റെ പൊന്നു മോനെ, ഒരു കഥയുണ്ട്. കഥയെന്ന് വെച്ചാൽ ചരിത്ര കഥ, ഉള്ള കഥ കേട്ടോ. അതിപ്പോൾ അധികമായിട്ടൊന്നുമില്ല, ഏകദേശം ഒരു അധികം വർഷങ്ങളൊന്നും പിന്നിട്ടിട്ടുണ്ടാവില്ല. ശരിക്കുമുള്ള കഥയാണ് കേട്ടോ മോനെ. എൻ്റെ പൊന്നുമോൻ ഇതൊന്ന് കേക്ക്. എന്താ ഉമ്മ? അതെ, നീ എന്നെ നോക്കുന്ന പോലെ ഒരു ഉമ്മയും മകനും നല്ല രീതിയിൽ ജീവിച്ചിരുന്നു. അതെ, ആ ഉമ്മ എന്ന് വെച്ചാൽ മകനെ പഠിപ്പിക്കാൻ വിട്ടു. പള്ളി ദർസിലും എല്ലാ സ്ഥലത്തും പഠിപ്പിക്കാൻ വിട്ട് നല്ലൊരു പണ്ഡിതനായി എൻ്റെ കുഞ്ഞ് വരണമെന്നായിരുന്നു ഉമ്മയുടെ ആഗ്രഹം. അങ്ങനെ ഇതാ ഈ പൊന്നുമോൻ പഠിച്ച് വലിയ പണ്ഡിതനായി നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഉമ്മയെ നല്ല രീതിയിൽ നോക്കും, ഉമ്മയെ നല്ല രീതിയിൽ. കാരണം മകൻ ഉറങ്ങിയിട്ടേ ഉമ്മ ഉറങ്ങാറുള്ളൂ എന്നാണ്. അത്രക്കും സേഫ്റ്റിയിലാണ് മോനെ നോക്കിയിരുന്നത്, നല്ല രീതിയിൽ. അതെ, ഉറങ്ങുമ്പോൾ വരെ ഉമ്മ ചെറിയ കുട്ടികൾക്ക് ചൊല്ലി ഊതി കൊടുക്കുന്ന പോലെ ഖുർആനും ആയത്തുൽ കുർസിയും ദിക്കറുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലി ഊതി ഉറക്കും. അങ്ങനെയായിരുന്നു ആ മോനെ. അത്രക്കും സേഫ്റ്റിയിൽ നോക്കുകയാണ് കേട്ടോ പണ്ഡിതനായ മോന്. നല്ല രീതിയിൽ മതപഠനമൊക്കെ കൊടുത്ത് നല്ലൊരു പണ്ഡിതന്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഓരോ ഫലവും ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ അത് അത്രക്കും നല്ലൊരു പവറായിട്ട്, എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ഫാത്തിഹ ഓതിയിട്ട് ഊതി വെള്ളം കുടിച്ചാൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര ഒരു പവറായിരുന്നു ഉമ്മ. എന്നിട്ട് എന്താ, ഈ മോന് കല്യാണ പ്രായമായി. അത് കേട്ടപ്പോൾ അതാ ഷമീർ ഒന്ന് ചിരിച്ചു. ഉമ്മ, അതേ മോനെ, കല്യാണപ്രായമായി. കല്യാണപ്രായമായപ്പോൾ എല്ലാവരും പറഞ്ഞിൽ തുടങ്ങി. അല്ല, നമുക്ക് തൽക്കാലം ഒരു പേരിടാട്ടോ. ഇത് ശരിക്കും ഉണ്ടായ സംഭവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. എന്തൊക്കെ തന്നെയല്ലോ അവർ നല്ല സ്വാലിഹായ ആളുകളായിരുന്നു.
എന്നാലും ഉമ്മയെ വിഷമിപ്പിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ആ പൊന്നു മോനെ. കല്യാണപ്രായമായപ്പോൾ എല്ലാവരും പറഞ്ഞു, അത് കല്യാണപ്രായം എന്ന് വെച്ചാൽ ഒരു യുവാവ് ഇങ്ങോട്ടായി നല്ല രീതിയിൽ ശരീരമൊക്കെ വളർന്ന് എല്ലാം കൊണ്ടും മെച്ചപ്പെട്ട ഒരാളായി. എൻ്റെ മോനെ പോലെയൊക്കെ ആയി എന്നർത്ഥം. ഉമ്മ എന്നെ ഉദ്ദേശിച്ചില്ലല്ലോ. അല്ല കുട്ടിയെ, ഞാൻ ഉള്ള കഥയാണ് പറയുന്നത്. എന്നിട്ട് എന്താ മോനെ, കല്യാണപ്രായമായപ്പോൾ ഈ മോനെ എന്താ പറയുക, എല്ലാവരും പറച്ചിൽ തുടങ്ങി. അല്ല, കല്യാണത്തിന് പ്രായമൊക്കെയായില്ലേ, കല്യാണം നോക്കല്ലേ. എന്നാൽ ആ നാട്ടിലെ പല പെൺകുട്ടികളുടെ പിതാക്കന്മാരും ഇവൻ്റെ ഈ ഭംഗിയും ഇവൻ്റെ ഈ പാണ്ഡിത്യവും കണ്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അവരെ. എല്ലാവരും വിവാഹക്കാരിയുമായി വന്നു. ഉസ്താദേ, എൻ്റെ മകളുണ്ട്, അവൾക്ക് വേണ്ടിയിട്ട് സോലിഹ ഒരു ഭർത്താവിനെയാണ് അന്വേഷിക്കുന്നത്. നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരാഗ്രഹം, എന്തുകൊണ്ടും എൻ്റെ മകൾക്ക് അനുയോജ്യനായ ഒരു പുരുഷനാണെന്ന് തോന്നി തുടങ്ങി. നിങ്ങൾ എൻ്റെ മകളെ വിവാഹം കഴിക്കാൻ തയ്യാറാണോ എന്ന് പറഞ്ഞപ്പോൾ മുനവ്വിർ പറഞ്ഞു, അത് ഞാൻ ഉമ്മയോട് ചോദിക്കട്ടെ, ഉമ്മയോട് ചോദിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയാം. അങ്ങനെ ആരൊക്കെ വിവാഹാലോചന നടത്തുമ്പോഴും ഉമ്മയോട് ചോദിക്കട്ടെ എന്ന് പറയും. എന്നാൽ വീട്ടിൽ വന്ന് അവൻ ഈ ഒരു കാര്യം പറയുകയാണ്. ഉമ്മ, എന്താ മുനവ്വിർ മോനെ? ഉമ്മ, പലരും എന്നോട് വിവാഹകാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു. എന്താ ഉമ്മ ഞാൻ പറയേണ്ടത്? എൻ്റെ പൊന്നു മോനെ, അത് വേണ്ട. അത് എൻ്റെ കുട്ടി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കാരാ ഉണ്ടാകുക? ഒരിക്കൽ പോലും എൻ്റെ പൊന്നു മോൻ അതിന് സമ്മതം മൂളണ്ട. അതെ, ആ ഒരു മകന്, മുനവ്വിർ എന്ന പേരുള്ള മകന് യുവാവാണ്. ജീവിതത്തിലേക്ക് ഒരു ഇണയെ ആവശ്യമുണ്ട്. അത് തൻ്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് തീർച്ചയായും ഒരു പെണ്ണിനെ എനിക്ക് അത്യാവശ്യമായിട്ട് വേണം. അതെ, അല്ലെങ്കിൽ ഞാൻ തെറ്റിലേക്ക് വരെ പോകും എന്നുള്ള രീതിയിലായിരുന്നു മുനവ്വിറിൻ്റെ ആ ഒരു മനസ്സ്. അതങ്ങനെയായിരുന്നു. എന്നാൽ ആ നിമിഷം പറയുകയാണ്, മോനെ മുനവ്വിർ, ഉമ്മാൻ്റെ കുട്ടി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, പിന്നെ ഉമ്മ പറയുന്നത് അനുസരിക്കുക, എൻ്റെ കുട്ടിക്ക് വിജയമുണ്ടാകും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും പക്ഷേ ഈ ഉമ്മാക്ക് മകൻ കല്യാണം കഴിക്കുന്നത് ഇഷ്ടമല്ല. പലരും വീട്ടിൽ വന്ന് അന്വേഷിക്കും. അങ്ങനെ ഒരുപാട്. എന്തിന്? ഈ ഉമ്മയുടെ ആങ്ങളെ വരെ എന്താ ബീവി ഇങ്ങനെയൊക്കെ പറയുന്നത്? മുനവ്വിർ മോനെ കൊണ്ട് നമുക്കൊരു വിവാഹം കഴിപ്പിക്കണ്ടേ? അവൻ ആ പ്രായമല്ലേ, നല്ല തുടുപ്പും സൗന്ദര്യവുമുള്ള നല്ല പ്രായമാണ്. ഈ ഒരു പ്രായത്ത് കെട്ടിച്ചില്ലെങ്കിൽ പിന്നെ എന്താ അതിനർത്ഥം? വേണ്ട, എൻ്റെ മകനെ ആർക്കും വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അന്നും ആ ഉമ്മ മകൻ കിടക്കുന്ന സ്ഥലത്ത് നിന്നു. അതെ, മകൻ ഉറങ്ങിയെന്ന് ഉറപ്പായതിനു ശേഷം മാത്രമാണ് അവർ അവരുടെ റൂമിലേക്ക് പോകുന്നത്. എന്നാൽ വിവാഹത്തിന് കൊതിയായ മുനവ്വിർ ഉസ്താദ് ഒത്തിരി ആഗ്രഹമുണ്ട് മനസ്സിൽ. അതെ, മനസ്സിൻ്റെ ആഗ്രഹം, ശരീരത്തിൻ്റെ ആഗ്രഹം. റബ്ബേ, എനിക്കൊരു പെണ്ണ് വേണം. ദീൻ പൂർത്തിയാവുകയില്ല, അല്ലെങ്കിൽ ദീൻ പൂർത്തിയാകണമെങ്കിൽ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതെ, ഹബീബിൻ്റെ ആ വാക്കുകൾ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അല്ലാഹ്, ദീൻ പൂർത്തിയാക്കാത്തവനായി ഞാൻ മരണപ്പെട്ടു പോയാൽ എന്തിനു നന്ന്? എൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിക്കുവാനും അതെ, എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാനും എനിക്ക് അത്യാവശ്യമാണ് ഒരു പെണ്ണ്. അദ്ദേഹം മനസ്സിൽ വിചാരിക്കുന്നു. പക്ഷേ എൻ്റെ ഉമ്മ അതൊരിക്കലും അറിയാൻ പാടില്ല. ഉമ്മാക്കതിഷ്ടമല്ല. മകൻ സുബഹിന് മുമ്പേ ഉണരുന്നതും നോക്കി ഉമ്മ നിൽക്കും. അതെ, അത്രയ്ക്ക് സൂക്ഷ്മമായി തൻ്റെ മകനെ സ്നേഹിക്കുകയായിരുന്നു ആ ഉമ്മ. അത് കേട്ട് ശരിക്കും ഷമീർ പറഞ്ഞു, അല്ലുമ്മ, ഉമ്മമാരെ ഇത്രയധികം സ്നേഹിക്കോ? മോനെ, അതെ, അവർക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്നിട്ട് വിവാഹം കഴിച്ചില്ലേ? വിവാഹപ്രായം ആയ മകന് എല്ലാത്തിനും ആഗ്രഹമുണ്ട്, പക്ഷെ ഉമ്മ സമ്മതിക്കുന്നില്ല. എന്നാൽ എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. ദീന് പൂർത്തിയാകണമെങ്കിൽ ഞാൻ വിവാഹം കഴിക്കണം, അല്ലാതെ എത്ര പഠിച്ച് പണ്ഡിതനായിട്ടും എന്താ, ദീൻ പൂർത്തിയാക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. എന്നാൽ ഉമ്മയുടെ ആങ്ങള അവനെ നിർബന്ധിക്കുന്നു. മോനെ മുനവ്വിർ, ഇങ്ങനെ പോയാൽ മതിയായില്ല. ശരിയാണ്, എൻ്റെ പെങ്ങൾ, അവൾക്ക് നിൻ്റെ കാര്യത്തിൽ വളരെയധികം ഉത്കണ്ഠയാണ്. എൻ്റെ മകൻക്ക് എന്തേ സംഭവിക്കുമോ എന്നൊരു പേടിയാണ്. അതുകൊണ്ട് വിവാഹത്തിനൊന്നും സമ്മതിക്കുന്നില്ല അല്ലേ?
മോനെ. എന്നാൽ ഈ സമയം ഉസ്താദ് എല്ലാ ചൊവ്വാഴ്ചകളിലും അവിടെ ഒരു ക്ലാസ് വെക്കാറുണ്ട്. അതെ, ആ മഹല്ലത്തിൽപ്പെട്ട എല്ലാവരും ആ ഒരു ക്ലാസ് കേൾക്കുവാൻ വേണ്ടി വരും. ഉസ്താദിൻ്റെ പ്രഭാഷണത്തിലും ഉസ്താദിൻ്റെ സൗന്ദര്യത്തിലും ഒരുപാട് പെൺകുട്ടികൾ ആകർഷിച്ചിരുന്നു അവിടെ. അതെ, അവർ പലരും ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഒരു ഉസ്താദിനെ കല്യാണം കഴിക്കുവാൻ വേണ്ടിയിട്ട്. എന്നാൽ ഉസ്താദിൻ്റെ പ്രഭാഷണം ഇഷ്ടപ്പെട്ട ഒരു പെണ്ണ് ഉസ്താദിന് നല്ല രീതിയിലുള്ള പലഹാരങ്ങളെല്ലാം കൊടുത്തയക്കുമായിരുന്നു. ഉസ്താദിനെ വളരെയധികം ഇഷ്ടമാണ് ആ കുട്ടിക്ക്. അതെ, കുട്ടിയുടെ ഉമ്മാക്കും ഈ കാര്യം അറിയാം. അതുകൊണ്ട് തന്നെ തൻ്റെ പൊന്നുമകൾക്ക് ആ ഉസ്താദിനെ കിട്ടുമോ എന്ന് വരെ അവർ വിചാരിച്ചു. എന്നാൽ ഒരിക്കൽ അവൾ ഉസ്താദിൻ്റെ അരികിലേക്ക് നേരെയാണ് വന്നത്, ഉസ്താദിനുള്ള പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ട്. അതെ, സ്ത്രീകളുടെ മുഖത്തേക്കൊന്നും നോക്കാത്ത ഉസ്താദ് ഒരു നിമിഷം അവളെ കണ്ടു. അവൾ മുഖം മറക്കാതെയായിരുന്നു ഉസ്താദിൻ്റെ മുമ്പിലേക്ക് വന്നത്. ശരിക്കും ഉസ്താദ് അത് കണ്ട് ഞെട്ടിപ്പോയി. യാ അല്ലാ, പഠിച്ചോനെ, ഇതുവരെ ഒരു പെണ്ണിൻ്റെ മുഖത്തേക്ക് ഞാൻ കരുതിക്കൂട്ടി നോക്കിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ എൻ്റെ മുമ്പിലേക്ക് വന്ന പെണ്ണ്. എന്നാൽ അവൾ പറഞ്ഞു, ഉസ്താദേ, അങ്ങയുടെ പ്രഭാഷണം വളരെയധികം നന്നായിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ ഹദി ഉസ്താദ് സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് അതെ, ഉസ്താദ് എന്തൊക്കെയോ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുന്ന പെണ്ണ്. അതുവരെ അവളെ കണ്ടിട്ടില്ലായിരുന്നു. ഹിജാബ് അണിഞ്ഞായിരുന്നു അവൾ വന്നിരുന്നത്. എന്നാൽ അന്ന് അവളുടെ മുഖം മൂടിയെല്ലാം ഒഴിവാക്കിയിട്ടാണ് അവൾ ഉസ്താദിൻ്റെ മുമ്പിലേക്ക് വന്നത്. ശരിക്കും ഉസ്താദ് അത് കണ്ട് ഞെട്ടിപ്പോയി. അതെ, ഉസ്താദിൻ്റെ മനസ്സിൽ ചെറിയൊരു ആഗ്രഹം ഉടലെടുത്തു. അതെ, പെണ്ണ് കെട്ടാനായി നിൽക്കുന്ന ഞാൻ വീട്ടിൽ നിന്ന് സമ്മതമില്ല ഉമ്മാക്ക് കല്യാണം കഴിക്കുന്നതിന്. എനിക്കൊട്ടും ഇഷ്ടമല്ല ഉമ്മയുടെ വാക്ക് തെറ്റിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ, എൻ്റെ ദീൻ പൂർത്തിയാക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ? അവളെ കണ്ടത് മുതൽ ഉസ്താദിൻ്റെ മനസ്സിലേക്ക് അവളുടെ മുഖമങ്ങ് കടന്നുകൂടി. മുനവ്വിർ ഉസ്താദ്, അതെ, പണ്ഡിത ശ്രേഷ്ഠനായ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കയറി വന്ന ആ പെണ്ണിൻ്റെ മുഖം അതയാളുടെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. ഇബാദത്തുകളിലും അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അതെ, അവളുടെ മുഖം അങ്ങനെ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു. റബ്ബേ, എനിക്ക് നിസ്കാരത്തിന് കോൺഫിഡൻസ് കിട്ടുന്നില്ല. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവളുടെ മുഖം തെളിഞ്ഞു വരുന്നു. അതെ, ഒരു പെണ്ണ് എന്നുള്ളത് ഉസ്താദിൻ്റെ ജീവിതത്തിലേക്ക് അത്യാവശ്യമായി വന്നിട്ടുണ്ട്. വിവരം ഉമ്മയോടൊന്ന് പറഞ്ഞാലോ? ഇല്ല, ആ പെണ്ണിനെ കണ്ടതു മുതൽ നെഞ്ചിൻ്റെ ഉള്ളിൽ, മനസ്സിൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത അതെ, അവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നുള്ള ചിന്തയായിരുന്നു ഉസ്താദിന്. എന്നാൽ ഉസ്താദിനെ ഒരുപാട് ആഗ്രഹിച്ച പെണ്ണായിരുന്നു അത്. എങ്ങനെയെങ്കിലും ഉസ്താദിനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് കരുതിയിട്ട് തന്നെയാണ് അവൾ അവളുടെ മുഖം മൂടി ഒഴിവാക്കി ഉസ്താദിൻ്റെ മുമ്പിലേക്ക് വന്നതും. അത്രയ്ക്കും ഇഷ്ടപ്പെട്ട ഉസ്താദിൻ്റെ പ്രഭാഷണം, ക്ലാസ്സുകൾ എല്ലാം അവർ ശരിക്ക് കേൾക്കുമായിരുന്നു. അതെ, നല്ലൊരു സോലിഹായ ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം അവൾ അങ്ങേയറ്റം ആഗ്രഹിച്ചതായിരുന്നു. എന്നാൽ തൻ്റെ മുമ്പിലേക്ക് ഇതാ സോലിഹായ ഒരു പുരുഷൻ വന്ന പോലെയാണ് അവൾക്ക് തോന്നിയത്. വീട്ടിൽ കല്യാണക്കാര്യം പറയുമ്പോൾ അവൾ പറഞ്ഞു, ഉമ്മ, എനിക്കൊരു സോലിഹായ ഭർത്താവിന് മതി. അതെ, ആ ഉസ്താദിൻ്റെ കല്യാണം അത് നമ്മളെ കല്യാണത് സമ്മതിക്കുമാവോ എന്ന് പറഞ്ഞിരുന്നു അവൾ. എന്നാൽ ഉമ്മയുടെ ആഗ്രഹം അതുതന്നെയായിരുന്നു. നല്ലൊരു ഉസ്താദ് അദ്ദേഹത്തെ കിട്ടിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു ഭാഗ്യം തന്നെ നമ്മുടെ ജീവിതത്തിലും. അത് വളരെയധികം ഗുണം ചെയ്യും. മുനവ്വിർ ഉസ്താദ് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും വളരെയധികം ഒരു പ്രതീക്ഷയാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ. വിവരം ഉസ്താദിൻ്റെ ചെവിയിലും എങ്ങനെയോ എത്തി. അതെ, ഉസ്താദിനെ വിവാഹം കഴിക്കുവാൻ വേണ്ടി എൻ്റെ മകൾ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം ഉസ്താദ് ആഗ്രഹിച്ചും അതുതന്നെ. അതെ, നൂറ എന്ന പേരുള്ള ആ ഒരു പെൺകുട്ടി അത് ഉസ്താദിൻ്റെ മനസ്സിലേക്ക് വല്ലാതെ അങ്ങ് അടുത്തു കഴിഞ്ഞു. നൂർ ജഹാൻ എന്ന പേരിട്ട പെണ്ണിനെ നൂറ എന്നാണ് അവരൊക്കെ വിളിക്കുന്നത്. മോൾ ഉസ്താദേ, എൻ്റെ മകൾ നൂറയ്ക്ക് ഉസ്താദിനോടൊരു ഇഷ്ടമുണ്ട്. അതുകൊണ്ട് എന്നാൽ അത് കേട്ട ഉടനെ ഉസ്താദിൻ്റെ മനസ്സിൽ ഇഷ്ടമുണ്ടെങ്കിലും ഭയമാണ് തോന്നിയത്. റബ്ബേ, എൻ്റെ ഉമ്മ അതറിഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ള രീതിയിൽ. എന്നാൽ ഉമ്മയോട് ഈ കാര്യം അത് അമ്മാവനോട് പറഞ്ഞപ്പോൾ അമ്മാവൻ നേരെ ഉമ്മയുടെ അരികിൽ, അതെ, നമ്മുടെ മുനവ്വിർ മോനെ പറ്റിയൊരു പെൺകുട്ടിയുണ്ട്. അതെ, അവരുടെ പിതാവാണ് വിവാഹം ആലോചിച്ചത്. എന്തുകൊണ്ടും നല്ലതാണ്, നമുക്കതങ്ങ് നടത്തി കൊടുത്താലോ? മോനെ, എന്തൊക്കെയാണ് നിങ്ങളീ പറയുന്നത്? അത് എൻ്റെ മോനെ വിവാഹം കഴിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അത് എൻ്റെ മോനെ വിവാഹം കഴിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആരായിരിക്കും പിന്നെ ഉണ്ടാകുക?
എന്താ പെങ്ങളെ അങ്ങനെ നിങ്ങൾ പറയല്ലേ? കാരണം നമ്മുടെ കുഞ്ഞിനും വേണ്ടേ ഒരു ജീവിതം. ആഹാ, ജീവിതം ഞാനുണ്ടാകുമ്പോൾ പിന്നെ എന്തിനാ അവൻക്ക് വേറൊരാളെ? നിങ്ങൾ ഉമ്മയല്ലേ? അതെ, ഞാനുണ്ട് എൻ്റെ കുട്ടിയെ ഉറക്കാനും ഉണർത്താനൊക്കെ. എനിക്ക് എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിപ്പോകുമോ എന്ന് പേടിയാണ്. ഓരോന്ന് കേൾക്കുന്നതാണ്. ഒരിക്കലും ഞാൻ എൻ്റെ മോൻ കല്യാണം കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പണ്ഡിതൻ്റെ മാതാവ് അത് പറഞ്ഞപ്പോൾ ആങ്ങൾക്കൊന്നും എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ഈ സംഗതി നേരെ മുനവ്വറിനോട് പറഞ്ഞു. മോനെ മുനവ്വർ, നിൻ്റെ ഉമ്മ ഇതിനെതിരാണ് പറഞ്ഞത്. അതെ, ഇതിന് ഒരിക്കൽ പോലും എന്ത് ചെയ്യും മോനെ? ഇനിയിപ്പോൾ എന്താപ്പോൾ അവരോട് കാര്യങ്ങൾ പറയാമല്ലേ? എന്നാൽ അവന് വളരെയധികം വിഷമമായി. അതെ നൂറ, ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച ആ പെണ്ണ്, എനിക്കാണെങ്കിൽ വിവാഹത്തിനോട് താല്പര്യമുണ്ട്. പക്ഷെ എൻ്റെ ഉമ്മ സമ്മതിക്കൊന്നുമില്ല. എന്താ ചെയ്യാം, പണ്ഡിതനായ ഞാൻ വിവാഹം കഴിക്കാഞ്ഞാൽ എൻ്റെ ദീൻ പൂർത്തിയാവുകയില്ലല്ലോ. അവൻ പടച്ച റബ്ബിനോട് തഹജ്ജുദ് നിസ്കരിച്ച് ഒരുപാട് ദുആ ചെയ്തു. എന്നാൽ പിറ്റേ ദിവസം രാവിലെ തന്നെ പള്ളിയിലേക്ക് അമ്മാവൻ വരുന്നുണ്ട്. മുനവ്വർ മോനെ. ആ അമ്മാവ. മോനെ, ഞാനൊരു കാര്യം പറയാം. എന്ത് കാര്യം? അല്ലേ, ഉമ്മാക്ക് ഇഷ്ടമില്ലല്ലോ കല്യാണത്തിന്. അപ്പോൾ പിന്നെ വഴി ഒന്നേ ഉള്ളൂ. പണ്ഡിതന്മാരായിട്ടും നമ്മൾ വിവാഹം കഴിക്കാതിരുന്നാൽ നമ്മുടെ ജീവിതം പൂർണ്ണമാവില്ല. അതെ, അതുകൊണ്ട് എൻ്റെ മോനെ നിക്കാഹ് കഴിക്കണം അവളെ. അത് കേട്ട് ശരിക്കും മുനവ്വർ മോൻ ഞെട്ടിത്തെറിച്ചു. എൻ്റെ മാമ, ഞാൻ എങ്ങനെ ഞാൻ ഉമ്മ അറിയാതെ? അതൊക്കെയുണ്ട്, നിക്കാഹ് കഴിക്കാൻ ഉമ്മയുടെ സമ്മതത്തിൻ്റെ ആവശ്യം ഇല്ല എന്നല്ല, സമ്മതം ചോദിക്കുന്നത് നല്ലതാണ്. പക്ഷേ ദീൻ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ നീ ഒരു യുവാവാണ്. നിനക്ക് നിൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ള സമയമാണിത്. ഈ ഒരു സമയത്ത് നിനക്കൊരു പെണ്ണ് എന്നുള്ളത് അത് അത്യാവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് നിക്കാഹ് കർമ്മത്തിലേക്ക് കടക്കാം. ഒരു നിമിഷം മുനവ്വർ മോന് സങ്കടവും സന്തോഷവും ഒരുമിച്ച് വന്നു. റബ്ബേ, എൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹം ഞാൻ പൂർത്തിയാക്കേ, എനിക്കതിന് കഴിയോ? പക്ഷേ എൻ്റെ ഉമ്മയുടെ സമ്മതമില്ല എന്നാൽ മാമൻ്റെ മുമ്പിൽ അദ്ദേഹം കരയുകയായിരുന്നു. എൻ്റെ ഉമ്മയുടെ സമ്മതമില്ലാതെ ഞാൻ നിക്കാഹിന് പോവാന്ന് വെച്ചാൽ സാരമില്ല, എന്ത് ചെയ്യാൻ, ഉമ്മയുടെ മൈൻഡ് അതാണ്. അതുകൊണ്ട് ഉമ്മയെ നീ വിഷമിപ്പിക്കരുത് ഒരിക്കലും. അതാണ് ഏറ്റവും. ഉമ്മയെ വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ കണ്ണീരോടെയുള്ള പ്രാർത്ഥന കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പോക്കാണ്. അതുകൊണ്ട് ഉമ്മയെ വിഷമിപ്പിക്കാതെ ഉമ്മയെ നല്ല രീതിയിൽ നോക്കുക കേട്ടോ. ഉമ്മയെ നല്ല രീതിയിൽ പഴയ പോലെ തന്നെ സംരക്ഷിക്കുക. അത് എങ്ങനെ? പക്ഷെ നീ നിക്കാഹ് കഴിക്കണം. ഒരു നിമിഷം അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്കുകൾ എങ്ങനെയെന്ന് അറിയുന്നില്ല. എന്നാൽ അമ്മാവൻ വിളിച്ചു. മോൻ വാ, ഇന്ന് നീ അണിഞ്ഞൊരുങ്ങി വാ, നമുക്കൊരിടം വരെ പോകാനുണ്ട്. എങ്ങോട്ടാണ്? അതൊക്കെയുണ്ട്, നീ വാ. അങ്ങനെ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് അതാ ഒരു വീട്ടിലേക്ക് അവർ കയറി ചെല്ലുന്നു. മാമാ. അതേ മോനെ, മോൻ അങ്ങോട്ട് ചെല്ല്. പെട്ടെന്ന് അവർ നല്ല രീതിയിൽ സ്വീകരിച്ചിരുത്തി ഒരു റൂമിലേക്ക് അതാ ഉസ്താദിനെ വിളിപ്പിക്കുന്നു. ആ ഉസ്താദ് അങ്ങോട്ട് ചെന്നപ്പോൾ അതാ ഒരു ഹിജാബ് അണിഞ്ഞ പെൺകുട്ടി അവിടെ നിൽക്കുകയാണ്. ഒരു നിമിഷം അവൾ തൻ്റെ ഹിജാബ് എടുത്ത് മാറ്റി. ശരിക്കും ഉസ്താദ് അത്ഭുതപ്പെട്ടു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. നൂറ, ഉസ്താദ് വിളിച്ചു. എൻ്റെ നൂർ, ഞാൻ നിന്നെ അന്ന് കണ്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സിലേക്ക് നീ അങ്ങ് കയറിക്കൂടി. സത്യത്തിൽ നൂറ, എന്തായിരുന്നു? അതെ ഉസ്താദെ, എനിക്കിഷ്ടമായിരുന്നു അങ്ങയെ. എൻ്റെ വീട്ടിൽ നിന്ന് വിവാഹകാര്യം പറഞ്ഞ് ബുദ്ധിമുട്ടാക്കുമ്പോൾ ഞാൻ അങ്ങയെയാണ് ഓർത്തത്. അതുകൊണ്ട് അങ്ങയുടെ കൂടെയുള്ള ജീവിതമാണ് എനിക്കിഷ്ടം. മാഷാ അല്ലാ. നൂറ, എന്നെ ഇഷ്ടമായോ? ഒത്തിരി ഇൻഷാ അല്ലാ. പക്ഷേ നൂറ, നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകും. അത് എനിക്കറിയാം ഉസ്താദേ. ഉമ്മയുടെ കാര്യമല്ലേ? ഉമ്മക്ക് മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നത് ഇഷ്ടമല്ല എന്നല്ലേ? അതെ, അത് ഇൻഷാ അല്ലാ എനിക്കറിയാം. എന്നാൽ ഞാൻ എന്ത് ചെയ്യും? അതൊക്കെ ഉപ്പയോട് നിങ്ങളുടെ അമ്മാവൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും എന്നെ ഇഷ്ടമായില്ലേ? ഒത്തിരി ഇഷ്ടമായി. നൂറ, നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പല രീതിയിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്യേണ്ടി വരും കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദേ,
എന്തൊക്കെ തന്നെയായാലും അങ്ങയുടെ കൂടെ എനിക്ക് ജീവിച്ചാൽ മാത്രം മതി, അങ്ങയുടെ ഭാര്യയായിട്ട്. അതൊരിക്കലും ഉമ്മയെ വിഷമിപ്പിക്കണ്ട. അവളത് പറഞ്ഞപ്പോൾ അതെ, മുനവ്വർ ഉസ്താദിൻ്റെ മനസ്സിൽ സന്തോഷം. അവൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. എന്തായി, കുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എന്നാൽ നമുക്ക് കാര്യത്തിലേക്ക് പ്രവേശിക്കാം. പെട്ടെന്ന് നിക്കാഹ് അങ്ങോട്ട് നടത്താം. കല്യാണമൊന്നും ഇപ്പോൾ വേണ്ട. അതെ, നിക്കാഹ്. ഒരുപാട് ആളെ കുട്ടി കല്യാണം കഴിഞ്ഞാൽ അതെന്തൊക്കെ തന്നെയായാലും ഉമ്മയുടെ ചെവിയിലെത്തി ഉമ്മ ആകെ വിഷമിക്കും. അതുകൊണ്ട് ഉമ്മ പോലും അറിയാതെ നമ്മൾ അറിയണ മൂന്നാല് മുത്തല്ലിമീങ്ങളും മാത്രം ചേർന്നുകൊണ്ട് ഇങ്ങനെയൊരു നിക്കാഹ് നമുക്ക് നടത്താം. അങ്ങനെയതാ ആ ഉപ്പയും അമ്മാവനും പിന്നെ ഉസ്താദിൻ്റെ 2-3 ഫ്രണ്ട്സും എല്ലാം ചേർന്നുകൊണ്ട് ഒരു നിക്കാഹിന് വേണ്ടി തയ്യാറാകുന്നു. നിക്കാഹിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം ഉമ്മ, മോനെ, ഉമ്മാൻ്റെ കുട്ടി നിന്ന് നേരത്തെ ഉണർന്നല്ലോ. ആ ഉമ്മ, ഞാനിന്ന് നേരത്തെ ഉണർന്നു. എന്താ മോനെ, തഹജ്ജുദിന് വേണ്ടി എന്നും ഉമ്മ വിളിച്ചുണർത്താറുള്ളതാണോ? ഇന്നെന്തപ്പോൾ നേരത്തെ ഉറങ്ങിയില്ലേ? അതെ, തൻ്റെ നിക്കാഹാണ്, തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് കൂടെയുള്ളത്. അല്ലാ പഠിച്ചോനെ, നീ പുറത്തു തരണേ അല്ലാ. ഉമ്മ അറിയാതെയാണ് ഞാൻ നിക്കാഹിന് വേണ്ടി പോകുന്നത്. ഉമ്മ പോയിട്ട് വരട്ടെ കേട്ടോ. എൻ്റെ കുട്ടിനെ അള്ളാഹു അനുഗ്രഹിക്കും. അതെ, എൻ്റെ കുട്ടിക്ക് ഹൈറും ബർക്കത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. അതെ, അന്നും ഉമ്മ പൊന്നുമോൻ്റെ തലയിൽ കൈവച്ച് പറഞ്ഞ് അവൻ്റെ നെറുകിൽ ചുംബിച്ചു. നല്ല രീതിയിൽ യാത്ര അയച്ചു. എന്നാൽ അന്ന് ധരിച്ചിരുന്ന വസ്ത്രം വളരെയധികം പുതിയതായിരുന്നു. എൻ്റെ പൊന്നുമോനെ, എൻ്റെ കുട്ടി ഇടയ്ക്കിടക്കുന്നത് നല്ല നല്ല വസ്ത്രങ്ങൾ ധരിച്ചു പോകണം കേട്ടോ. എപ്പോഴും പഴയതിട്ട് പോകരുത്. നല്ല ഇതുപോലുള്ള വസ്ത്രം. മാഷാ അല്ലാ, എൻ്റെ കുട്ടി ഇന്നത്തെ ഈ പള്ളിയിലേക്കുള്ള യാത്ര വളരെയധികം മനോഹരമായിട്ടുണ്ട് കേട്ടോ. എൻ്റെ കുട്ടിയെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നും പറയുന്ന പോലെ ഉമ്മ പ്രാർത്ഥിച്ചു, ദുആ ചെയ്തു. ലഖദ് ജാഅക്കും ചൊല്ലി പൊന്നുമോനെ യാത്രയാക്കുന്നു. ഉമ്മ, ഞാൻ പോയിട്ട് വരട്ടെ. ഒരിക്കൽ കൂടി ഉമ്മയോട് പറഞ്ഞപ്പോൾ, പൊന്നുമോനെ, ഉമ്മാൻ്റെ പ്രാർത്ഥന ഉണ്ടാവും എൻ്റെ കുട്ടിക്ക്. എൻ്റെ കുട്ടി റാഹത്തോടു കൂടി പോയിക്കോളി. പക്ഷേ ഒരിക്കൽ പോലും ഉമ്മ അറിയുന്നില്ല അത് നിക്കാഹിന് വേണ്ടിയിട്ടാണ് എൻ്റെ മോൻ പോകുന്നത് എന്നുള്ളത്. പോകുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിച്ചു. റബ്ബേ, ഞാൻ ഒരിക്കൽ പോലും ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ അതെ, ഉമ്മ അറിഞ്ഞിട്ടില്ല നിക്കാഹിനുള്ളത്. അങ്ങനെ അതാ പള്ളിയിലേക്കെത്തി. സുബഹി നിസ്കാരം കഴിഞ്ഞ് അതാ നിക്കാഹ് കർമ്മം തുടങ്ങുകയാണ്. അധികം ആരും ഇല്ല. കാളിയും ആ പിതാവും അതെ ഉസ്താദിൻ്റെ കുറച്ച് ഫ്രണ്ട്സും മാത്രമുള്ള ഒരു നിക്കാഹ്. അതിനിടയിൽ ഉസ്താദ് ഒരു മഹറെല്ലാം വാങ്ങി. അങ്ങനെ അതാ നിക്കാഹ് കർമ്മം അവിടെ വെച്ച് നടക്കുകയാണ്. മഹറണയിക്കുവാൻ വേണ്ടി അതാ തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിൻ്റെ നൂറിൻ്റെ അരികിലേക്ക് ഉസ്താദ് പോവുകയാണ്. മഹറണയിക്കുവാൻ വേണ്ടി തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിൻ്റെ മണിയറയിലേക്ക് അതാ മുനവ്വർ ഉസ്താദ് കടന്നു. അതെ, വളരെയധികം മനോഹരമായ മണവാട്ടിയായി തന്നെ കാത്തിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട പെണ്ണ്. എന്നാൽ അവിടെ കുറച്ച് ആളുകളുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഉസ്താദ് അറിഞ്ഞിരുന്നില്ല. ഉസ്താദ് മഹറണയിക്കാൻ റൂമിലേക്ക് കടന്നു. അതെ, അവളുടെ കഴുത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ആ മഹർമാല ചാർത്തി. ഉസ്താദ് അവളെ നെഞ്ചോട് ചേർത്തു. അതെ, അവർ രണ്ടുപേരും ഒന്നായി മാറുകയാണ്. അവരുടെ ആ ഒരു നല്ല നിമിഷങ്ങൾ, നല്ല ജീവിതം അതാ തുടങ്ങുകയാണ്. എന്നാൽ പ്രിയപ്പെട്ട നൂറയോട് പറഞ്ഞു, നൂറ, എനിക്ക് പകൽ മാത്രമേ നിൻ്റെ അരികിൽ നിൽക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ. രാത്രിയാകുമ്പോൾ ഞാൻ പോകും എൻ്റെ ഉമ്മയുടെ അരികിലേക്ക്. ഉസ്താദേ, ആയിക്കോട്ടെ, ഉമ്മയെ ഒരിക്കലും വിഷമിപ്പിക്കേണ്ട. നിക്കാഹ് കഴിഞ്ഞ് തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനടുത്തുമുള്ള മധുവിധു ആഘോഷിക്കുകയാണ്. അത് തൻ്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ, തൻ്റെ മനസ്സിനുള്ളിലെയും തൻ്റെ ശരീരത്തിൻ്റെയും ആഗ്രഹമെല്ലാം തൻ്റെ നൂറയിലൂടെ അദ്ദേഹം പൂർത്തിവെക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഉസ്താദ് തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനോട് യാത്ര പറയുകയാണ്. നൂറ, ഇൻഷാ അല്ലാ നാളെ വരാട്ടോ. പിന്നെ രാത്രി വരാൻ പറ്റില്ല. രാത്രി എൻ്റെ ഉമ്മയുടെ മകനായിട്ട് ഞാനുണ്ടാവും, കല്യാണം കഴിക്കാത്ത മകനായിട്ട്. പകൽ എൻ്റെ പെണ്ണിൻ്റെ ഭർത്താവായിട്ടും ഞാനിവിടെ ഉണ്ടാകും. അത് അഡ്ജസ്റ്റ് ചെയ്തേ മതിയാവും കേട്ടോ. ഉമ്മയുടെ പ്രാർത്ഥന, അത് നമുക്കെതിരായിട്ട് ഉമ്മ പ്രാർത്ഥിക്കരുത്. ഉമ്മയെ വിഷമിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ.
ആയിക്കോട്ടെ ഉസ്താദെ, എനിക്ക് സന്തോഷം. അതെ, നൂറക്ക് ഒരുപാട് ചുംബനങ്ങൾ നൽകിക്കൊണ്ട് അത് മുനവ്വിർ ഉസ്താദ് യാത്രയാവുകയാണ് സ്വന്തം വീട്ടിലേക്ക്. ഉമ്മ കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്നത്തെയും പോലെ ഉമ്മറത്ത്. ആ ഉമ്മയോട് എന്ത് പറയും? ഉമ്മക്ക് എന്നെ കണ്ടാൽ തിരിച്ചറിയുമോ? അതെ, ഒരു നിമിഷം മുനവ്വിർ മോൻ ഭയന്നു പോവുകയാണ്. റബ്ബേ, എന്താ ഞാൻ ചെയ്യാ? എൻ്റെ ഉമ്മ എന്നെ പെറ്റുമ്മയാണ്. എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ഉമ്മ അത് കണ്ടുപിടിക്കും. അഥവാ എനിക്കെതിരെ ദുആ ചെയ്താൽ അള്ളാഹുവെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുമല്ലോ എന്ന് തെല്ല് ഭയത്തോടെയാണ് ഉമ്മയുടെ അരികിലേക്ക് പോകുന്നത്. ഉമ്മ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഉമ്മ അവനെ എന്നത്തെയും പോലെ ചേർത്ത് പിടിച്ച് ചുംബിക്കുമ്പോൾ, മോനെ, ഉമ്മാൻ്റെ കുട്ടി ഇന്ന് ഏത് അത്ര മോനെ പുരട്ടിയത്? ഉമ്മാൻ്റെ കുട്ടീനെന്ന് വല്ലാത്തൊരു മണമുണ്ടല്ലോ. ഓഹ്, എന്തൊരു നല്ല മണമാണ് മോനെ നിന്നെ മണക്കുന്നത്. ഒരു നിമിഷം ഉസ്താദ് ഞെട്ടിപ്പോയി. റബ്ബേ, ഉസ്താദിൻ്റെ കൈകാലുകൾ വിറച്ചു. ഉമ്മ, അത് എന്താ മോനെ? വീണ്ടും ഉമ്മ പൊന്നുമോനെ ചേർത്ത് പിടിച്ച് ചുംബിച്ചു. ഉമ്മാൻ്റെ കുട്ടി ഉമ്മാൻ്റെ അടുത്ത് നിൽക്കും ഉമ്മക്കൊരു സമാധാനമാണ്. എന്നും ഉമ്മാൻ്റെ പ്രാർത്ഥന എൻ്റെ കുട്ടിക്ക് ഉണ്ടാവും കേട്ടോ. എന്നാലും എന്തൊരു നല്ല അത്തറിൻ്റെ മണമാണ് എൻ്റെ കുട്ടിയെ മണക്കുന്നത്. പൊന്നുമോനെ, ഒരു പുതിയാപ്പിളിൻ്റെ മണമാണ് എൻ്റെ കുട്ടിയെ മണക്കുന്നത്. അതും കൂടി കേട്ടപ്പോൾ ഉസ്താദ് ഞെട്ടിത്തെരിച്ചു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇൻഷാ അല്ലാ ഇത് നല്ലൊരു ഉള്ള കഥയാണ് കേട്ടോ. ഒരിക്കലും ഒരു കെട്ടുകഥയല്ല, ഉള്ള കഥയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ നടന്നൊരു സംഭവ കഥയാണ് കേട്ടോ. പണ്ഡിതനായൊരു ഉസ്താദിൻ്റെ കഥ. ഉമ്മാക്ക് ഇഷ്ടമല്ലേ വിവാഹം കഴിക്കാൻ. അപ്പോൾ നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ ഈ കഥയിൽ ഇതൊരു ഭാഗം ഞാൻ ഉൾപ്പെടുത്തിയതാണ്. എന്തൊക്കെ തന്നെ ഉമ്മയെ വെറുപ്പിക്കാതെ ജീവിച്ചാലുള്ളൊരു ഗുണത്തെക്കുറിച്ചൊക്കെ ഉണ്ട് ഇതിൽ ഞാൻ പറയുന്നത്. ഉള്ള സംഭവം തന്നെയാണ്. വളരെയധികം എത്ര വലിയ അസുഖങ്ങളാണെങ്കിലും അള്ളാഹുവിലേക്ക് അടുത്ത ആളായതുകൊണ്ട് തന്നെ ചികിത്സയൊക്കെ ചെയ്യണ ഒരാളാണ്. എന്ത് ചികിത്സ ചെയ്താലും പെട്ടെന്ന് ഷിഫയാണ് കേട്ടോ. ഒരിക്കൽ ഞാനും അദ്ദേഹത്തിൻ്റെ, അതായത് ഈ ഒരു ചരിത്രം പറയാൻ കാരണം, ഞാൻ എൻ്റെ മൂത്ത മോളെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് നമ്മൾ ഈ പാല് കുടിക്കുമ്പോൾ ഈ നമ്മളെ സ്ഥലങ്ങളിലൊരു മുറിവുണ്ടാവുമല്ലോ, ആ മുറിക്ക് ഒരുപാട് ഇംഗ്ലീഷ് മരുന്നുകൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കുടിച്ചിട്ടോ. ആ നിമിഷം ഒന്ന് സുഖം ഉണ്ടാവും എന്നല്ലാതെ പെട്ടെന്ന് പിന്നെ എൻ്റെ കുട്ടിക്ക് പാലും കൊടുക്കാൻ കഴിയണില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ട് എനിക്ക് അതിൽ ഇദ്ദേഹത്തിൻ്റെ അരികിലേക്ക് എൻ്റെ ഉമ്മ പറഞ്ഞു, ഇതിൻ്റെ അടുത്ത് നിങ്ങൾ പോയി നോക്കി. ഒരു ഡോക്ടർ, ഒരു വൈദ്യരും കൂടിയാണത്, അതുപോലെ ഇസ്ലാമികമായ പണ്ഡിതൻ കൂടിയാണ്. ഇതിൻ്റെ അടുത്തൊന്ന് പോയിട്ട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാ മാഷാ അല്ലാ അദ്ദേഹം ഒരു മരുന്ന് തന്നു. അതിലെന്താ ഖുർആനായത്ത് ഓതാനുണ്ട്. അതങ്ങോട്ട് ഉപയോഗിച്ചേക്ക് സത്യം പറഞ്ഞാൽ റഹ്മാനെ, ആ ഒരു മുറിവ് പിന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ബാക്കി 2 കുട്ടികളെ പ്രസവിച്ചിട്ട് എനിക്കുണ്ടായില്ല. അതിൻ്റെ ഒരു വാക്കും അതിൻ്റെ മരുന്നിൻ്റെ ഒരു ഫലവും അത്രക്കൊരു ഫലമുള്ള ഒരാളാണ് കേട്ടോ അദ്ദേഹം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ കൂടെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുവാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കഥ ബാക്കി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. ഇനി ബാക്കി എന്താ ഉമ്മ അറിയുമോ എന്നൊക്കെയുള്ള ഒരു ഭാഗം കൂടി ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനത് വിടാം കേട്ടോ. ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അതിൻ്റെ ഇടയിൽ കൂടെ വേറെ കഥ പറയണത്. ഇത് നമ്മുടെ ഉസ്താദിൻ്റെ ഉമ്മ പറഞ്ഞു കൊടുക്കണ, നമ്മുടെ ഷമീറിൻ്റെ ഉമ്മ പറഞ്ഞു കൊടുക്കണ കഥയായിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. എന്തൊക്കെ തന്നെയായാലും ഉള്ള സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഉമ്മയെ വെറുപ്പിക്കാതെ നല്ല രീതിയിൽ ജീവിച്ചൊരു മോൻ്റെ കഥ കൂടിയാണിത്. എന്തൊക്കെ തന്നെയായാലും ഉമ്മാക്ക് ഇഷ്ടമല്ല കല്യാണം കഴിക്കണത്, അതിനനുസരിച്ച് ഈ മോന് നിന്നതാണ്. എന്തായി തീരും നമുക്ക് നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ നാളത്തെ ആ കഥയിൽ കുറച്ചും കൂടി അത് ഉൾപ്പെടുത്തിട്ടോ. നാളത്തോടുകൂടി കഴിയും ഇൻഷാ അല്ലാ. എന്തൊക്കെ തന്നെയായാലും ഇഷ്ടപ്പെട്ടെങ്കിലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.